ഇത് ബ്രേക്ക് പൈപ്പ് കേട്ടോ. ഇത് ഫീഡ് പൈപ്പ്, ഇത് ബ്രേക്ക് പൈപ്പ് കേട്ടോ. കേട്ടല്ലേ, ഇത് ഫീഡ് പൈപ്പ്, ഇത് ബ്രേക്ക് പൈപ്പ്. ഫീഡ് പൈപ്പിൽ നിന്നാണ് ഫിബയിലേക്കുള്ള പൈപ്പ് പോകുന്നത്. ഇവിടെ ഒരു ഐസൊലേറ്റിംഗ് കോക്ക്. ഈ ഐസൊലേറ്റിംഗ് കോക്ക് അടയ്ക്കുമ്പോൾ ഇങ്ങോട്ടുള്ള എയർ സപ്ലൈ നിൽക്കും. അത് കഴിഞ്ഞ് ഇത് ഫിൽറ്ററാണ്, എയർ ഫിൽറ്റർ എന്ന് പറയും. ഇത് ഐസൊലേറ്റിംഗ് കോക്ക്, ഇത് എയർ ഫിൽറ്റർ. എയർ ഫിൽറ്റർ എന്ത് ചെയ്യും? എയർ ഫിൽറ്റർ ഇത് ഈ FPയിൽ നിന്നും വരുന്ന എയറിനെ ഫിൽറ്റർ ചെയ്യും. ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് വിടും. അത് കഴിഞ്ഞിട്ട് ഇത് നോൺ റിട്ടേൺ വാൽവ്. നോൺ റിട്ടേൺ വാൽവ് എന്ന് വെച്ചാൽ ഒരു സൈഡിലേക്ക് മാത്രമേ എയർ കടത്തി വിടും, തിരികെ വരാൻ സമ്മതിക്കില്ല. മനസ്സിലായി? അതിനുള്ള അറേഞ്ച്മെന്റാണ് നോൺ റിട്ടേൺ വാൽവ്. എന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നോൺ റിട്ടേൺ വാൽവ് ഇരിക്കുമ്പോൾ നമുക്ക് FPയിൽ എത്ര കിലോഗ്രാം സെന്റിമീറ്റർ പ്രഷറാണ്? 6 കിലോഗ്രാം പെർ സെന്റിമീറ്റർ പ്രഷറാണ് FPയിലുള്ളത്. ഈ FPയിലുള്ള എയർ ഇതാണ് 150 ലിറ്റർ റിസർവോയർ. 150 ലിറ്റർ റിസർവോയറാണ് ഇത്. ഇതിനെ ഡ്രെയിൻ ചെയ്യാനുള്ള ഡ്രെയിൻ കോക്കാണ് ഈ സാധനം കേട്ടോ. ഈ 150 ലിറ്റർ റിസർവോയർ എവിടെ നിന്നാണ് കിട്ടുന്നത്? എയർ FPയില് 6 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ പ്രഷറിലെ എയർ ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്കറിയാം, കുറച്ച് ഈ ഒന്നുകില് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ല നമ്മൾ റിഗ് ഇട്ടിരിക്കുമ്പോഴാണെങ്കിൽ റിഗ് ഉള്ളപ്പോൾ മാത്രമേ എന്ത് കാണുള്ളൂ? FPയിൽ എയർ കാണുള്ളൂ. അത് കഴിയുമ്പോൾ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൈപ്പ് കട്ട് ചെയ്യും. ആ സമയത്ത് എന്ത് കാണില്ല? FPയില് എയർ ഉണ്ടാവില്ല. ഈ സമയത്ത് ഇതിലുള്ള എയർ മുഴുവൻ തിരികെ ഏത് വഴി പോകാൻ സാധ്യതയുണ്ട്? FP വഴി തിരികെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എന്ത് വെച്ചിരിക്കുന്നത്? നോൺ റിട്ടേൺ വാൽവ് വെച്ചിരിക്കുന്നത്, NRV എന്ന് പറയും. ഈ റിസർവോയർ 150 ലിറ്ററിന്റെ റിസർവോയർ കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്, ഇത് ഇൻപുട്ടാണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ വരും. ഇതിന്റെ ഔട്ട് പോകുന്നത് ഔട്ട് പൈപ്പാണ്. ഈ പൈപ്പ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നും കണ്ടോ, ഇവിടെ വന്നിട്ട് രണ്ടായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. ഈ 150 ലിറ്റർ ടാങ്കില് എയർ ഇവിടെ വന്നിട്ട് രണ്ടായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ? ഇത് ഓരോ ബോഗിയിലുമുള്ള എയർ സ്പ്രിങ്സ്, എയർ സസ്പെൻഷൻ സിസ്റ്റത്തിലേക്കാണ് ഈ പോകുന്നത്. മനസ്സിലായോ? ഇത് വന്നിട്ട് നോക്കാം, ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് വന്നാണ്. ഒരു ഐസൊലേറ്റിംഗ് കോക്ക് ഉണ്ട്. ഈ ഐസൊലേറ്റിംഗ് കോക്ക് എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാല്, ഇപ്പോ ആ സിസ്റ്റത്തിൽ ഒരു എയർ ബെല്ലോ ക്രാക്കായി അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഹോസ് മുറിഞ്ഞു പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് ലീക്ക് വന്നു, ആ സമയം എന്ത് ചെയ്താൽ മതി? ഇതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എയർ പോകില്ല. അതിനുവേണ്ടിയാണ് എന്ത് വെച്ചിരിക്കുന്നത്? ഈ ഐസൊലേറ്റിംഗ് കോക്ക് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ വർക്കിംഗ് പൊസിഷൻ. ഇങ്ങനെ ഇത് ഓപ്പൺ പൊസിഷനാണ്. ഈ സമയത്ത് ഇതിലുള്ള എയർ എന്ത് ചെയ്യും? കടത്തിവിട്ടുകൊണ്ടേയിരിക്കും. ഇനി ഇത് വന്നിട്ട് ആ ഐസൊലേറ്റിംഗ് കോക്കിൽ നിന്ന് വരുന്ന പൈപ്പാണ് ഇവിടെ വന്നിട്ട് രണ്ടായിട്ട് തിരിഞ്ഞ് ഇവിടെ പോകുന്നത്. 2 ലെവലിംഗ് വാൽവിലേക്കും പോകുന്നത്. ഇത് എന്ത് ചെയ്യുന്നു? 2 ഒന്നുകൂടെ കാണിച്ചത് 2 ലെവലിംഗ് വാൽവിലേക്കും പോകുന്നത്. ലെവലിംഗ് വാൽവ് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇതിനകത്തുള്ള വേറെ സാധനങ്ങൾ പറയാം. ഇത് കണ്ടോ? ഇത് ആ ലെവലിംഗ് വാൽവിൽ നിന്ന് വരുന്ന എന്താണ്? പൈപ്പാണ്. ഈ 2 എയർ ബെല്ലോയെയും എയർ സ്പ്രിങ്ങിനെയും തമ്മിൽ ഘടിപ്പിക്കുന്ന പൈപ്പാണിത്. അതിന്റെ മധ്യഭാഗത്തായിട്ടൊരു വാൽവ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേരാണ് ഡ്യൂപ്ലെക്സ് ചെക്ക് വാൽവ്. ഇതാണ് ഡ്യൂപ്ലെക്സ് ചെക്ക് വാൽവ്. ഈ ഡ്യൂപ്ലെക്സ് ചെക്ക് വാൽവിന്റെ 2 വശത്തും ഉള്ള പൈപ്പിൽ നിന്നും എന്തോ പോയിട്ടുണ്ട്. ഓരോ കണ്ടോ, ഇവിടെ ഒരു ഫ്ലെക്സിബിൾ ഹോസ് ഉണ്ടോ? ഇവിടെ ഒരു ഫ്ലെക്സിബിൾ ഹോസ്, ഇവിടെ ഒരു ഫ്ലെക്സിബിൾ ഹോസ്. ഇത് വന്നിട്ട് ഇത് പോകുന്നത് നേരെ ഇവിടേക്കാണ്, ഫിബയിലേക്കാണ്.
ഫിബ എന്ന് വെച്ചാൽ അവിടെ പാനൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചിട്ടാണ്. ഈ ഫിബ പാനലിലേക്കാണ് ഇത് പോകുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് ഇറങ്ങാം. ഇതാണ് ലെവലിംഗ് വാൽവ് കേട്ടോ. ഒരു ബോഗിയിൽ എത്ര ലെവലിംഗ് വാൽവ് ഉണ്ട്? 2 ലെവലിംഗ് വാൽവ് ഉണ്ട്. ഇവിടെ ഒന്ന്, അപ്പുറ സൈഡ് ഒന്ന്. ഒരു കോച്ചിലാവുമ്പോൾ 4 ലെവലിംഗ് വാൽവ് ഉണ്ട്. ലെവലിംഗ് വാൽവും ഇതിനെ പറയുന്ന പേരാണ് ഇൻസ്റ്റലേഷൻ ലെവൽ. ലെവലിംഗ് വാൽവ്, ഇൻസ്റ്റലേഷൻ ലെവൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അവിടുന്ന് വരുന്നൊരു പൈപ്പ്, അതിനകത്തുനിന്ന് വരുന്ന പൈപ്പ് ഇതിലാണ് വരുന്നത് കേട്ടോ. ഫ്ലക്സ് ഫ്ലോസ് ഒക്കെ ആയിട്ട്. പിന്നെ ഇതിനെ പറയുന്ന പേരാണ് എന്തെന്നാ, എയർ സ്പ്രിംഗ്. സെക്കൻഡറി സസ്പെൻഷൻ ആണിത്. മുമ്പ് എന്താണ് ഉണ്ടായിരുന്നത്? കോയിൽ സ്പ്രിംഗ് ആണ് മുമ്പ് ഉണ്ടായിരുന്നത്. അതിപ്പോ സെക്കൻഡറി സസ്പെൻഷൻ ആക്കി, എയർ സ്പ്രിംഗ് ആക്കിയിരിക്കും. അതുപോലെ ഗുണം പലതും ഉണ്ട്. മുമ്പ് ഇത് ചെയ്യാനുള്ള കാരണം, ഇത് ആദ്യം തുടങ്ങുന്നത് LS കോച്ചുകളിലാണ്. അത് LS തന്നെ ഒരു 5-6 ഭാഗങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് LS1, അത് കഴിഞ്ഞ് LS2, LS3, അത് കഴിഞ്ഞ് LS5, പിന്നെ LWS. ഇപ്പം കാണുന്നതാണ് എന്ത്, LWS നിങ്ങൾക്ക് കാണാം, LS5 കാണാം. LS3 ഒക്കെ ഇപ്പൊ ഇല്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഇതില് കയറുന്ന ആള് 100 എന്നുള്ള കണക്കിനാണ് നല്ല സ്പ്രിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോ നമുക്കറിയാം, നമ്മുടെ LSകളിലൊക്കെ എന്ന് വെച്ചാൽ GS കണ്ടിട്ടില്ലേ, ഇഷ്ടം പോലെ കുത്തിയിരിക്കുന്ന ആള് കയറും. അത് കാരണം ഈ സെക്കൻഡറി സ്പ്രിംഗ് ബ്രേക്കേജ് ധാരാളമായിട്ട് വന്നു തുടങ്ങി. ആ സമയത്ത് എന്ത് ചെയ്തു, സ്പ്രിങ്ങിന്റെ ഹൈറ്റും കപ്പാസിറ്റിയും ഒക്കെ കൂട്ടിയിട്ട് LS3 വന്നു, LS2 വന്നു ഇതിനിടയ്ക്ക്. ഈ LS2ന് ഓവർലോഡിംഗ് കപ്പാസിറ്റി കുറവാണ്. പക്ഷെ LS3ക്ക് ഓവർലോഡിംഗ് കപ്പാസിറ്റി 300 ആയിരുന്നു. എന്നുവെച്ചാൽ 100 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളെങ്കിലും 300 ആൾക്ക് കയറാം. അതാണ് അവര്. എന്നിട്ടും എന്ത് പൊട്ടി തുടങ്ങി, ഈ സ്പ്രിങ്, സെക്കൻഡറി ഫ്ലെക്സി കോയിൽ സ്പ്രിങ് പൊട്ടി തുടങ്ങി. ഈ എയർ സ്പ്രിങ് വെക്കുന്നതിന് കോസ്റ്റ് 1 ലക്ഷം രൂപയും കണ്ടുള്ളൂ. ഈ എയർ സ്പ്രിങ്ങിന് 1 ലക്ഷം രൂപയും കണ്ടുള്ളൂ. ബാക്കിയുള്ള കോസ്റ്റിംഗ് കൂടെ ആകുമ്പോൾ വളരെ ചുരുക്കമേ ഉള്ളൂ. പക്ഷെ ഈ സ്പ്രിങ്ങിനും ഏകദേശം 50,000 രൂപ അടുപ്പിച്ച് സ്പ്രിങ്ങിനുണ്ട്. ഒരു സ്പ്രിങ്ങിന്, ഒരു ഔട്ടർ കോയിൽ സ്പ്രിങ്ങിന് മാത്രം. എന്നിട്ട് ഇന്നർ കോയിലുണ്ട്, പിന്നെ റബ്ബർ സ്പ്രിങ് അതിനകത്തുണ്ട്. പിന്നെ അതിന്റെ എന്താണ്, ഇടയ്ക്കിടയ്ക്കുള്ള ബ്രേക്കേജ് വരുമ്പോഴത്തേക്ക് വീണ്ടും ഉള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെ കാരണം അവർ ഇതിലേക്ക് ചേഞ്ച് ആയപ്പോഴത്തേക്ക് ഇപ്പൊ അങ്ങനെ വലിയ ഫെയിലറൊന്നും ഇതിനില്ല. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകാനുള്ള ചില ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. അപ്പൊ ഈ LS അങ്ങനെ ആയിരുന്നപ്പോ, ഈ LS എന്ന് വെച്ചാൽ എന്താണ്, അതിന് വെസ്റ്റിബ്യൂൾ ഒന്നും ഇല്ല കേട്ടോ. അങ്ങേറ്റവും ഇങ്ങേറ്റവും ക്ലോസ്ഡ് ആണ്. അത് പിന്നെ എന്താക്കി, രണ്ടെന്തിലും വെസ്റ്റിബ്യൂൾ വെച്ചപ്പോ LWS ആയി. വെസ്റ്റിബ്യൂൾ അതിന്റെ ഇടയ്ക്ക് കയറി. അതാണ് എന്തായത്, LWS. ഈ LWS LS3യിൽ എന്തില്ല, വെസ്റ്റിബ്യൂൾ ഇല്ല. നമ്മുടെ എവിടെയും കാണും വെസ്റ്റിബ്യൂൾ ഇല്ലാത്ത കോച്ച്. അതെല്ലാം സ്പ്രിംഗ് ഉള്ളതായിരുന്നു, കോയിൽ സ്പ്രിംഗ് ഉള്ളതായിരുന്നു. കോയിൽ സ്പ്രിംഗിനെ പിന്നെ മോഡിഫൈ ചെയ്തിട്ട് എന്താക്കി, എയർ സ്പ്രിംഗ് ആക്കി. അങ്ങനെ വന്നപ്പോ അതിന്റെ പേര് LS5 എന്നായി. LS5 പിന്നെ ഈ വെസ്റ്റിബ്യൂളും കൂടെ വന്നു. ഇതൊക്കെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ വന്നു. LWSലെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ വന്നു ഇതെല്ലാം. ആ സമയത്ത് അത് LWS എന്നായി. അങ്ങനെയാണ് ഇതിന്റെ പേര് മാറുന്നത്. ഇതില് ഈ LSലെ ജനറൽ കോച്ചിൽ തുടങ്ങിയതാണ്. പിന്നീട് ബാക്കിയുള്ള വണ്ടികളിലേക്കും ഇപ്പം പവർ കാറില് ആൻഡ്രി, CN, ACCN, ACCW എല്ലാത്തിലും ഇപ്പൊ എന്ത് വരികയാണ്, എയർ സ്പ്രിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എന്താണ് ഇതിന്റെ ധർമ്മം എന്നുള്ളതാണ്. ഏതാ, നമ്മുടെ ലെവലിംഗ് വാൽവ്. ലെവലിംഗ് വാൽവ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഇവിടെ ഒരു വാൽവ് ഉണ്ട് ഇതിനകത്ത്. ഈ വാൽവ് എന്ത് ചെയ്യുന്ന വെച്ചാല്, നമുക്ക് അവിടെ FPയിൽ നിന്നാണ് എയർ, ഈ എയർ ടാങ്കിൽ നിന്നാണല്ലോ, 150 ലിറ്റർ ടാങ്കിൽ നിന്നാണ് എയർ വരുന്നത്. ഈ വരുന്ന എയർ ഇതുവരെ എന്തായിരിക്കും, ഇതിലാണ്, മോളിൽ കൂടാണ് വരുന്നത് കേട്ടോ. ഈ വരുന്ന എയർ എത്ര kg ആണ്, 6 kg/cm². ആണ്. ഇത് മുഴുവൻ നമുക്ക് ആവശ്യമില്ല.
ഇവിടുത്തെ ഓപ്പണിംഗ് എന്താവും, ആ വാൽവ് ക്ലോസ് ആവും, പിന്നീട് അങ്ങോട്ട് എയർ പോവില്ല. അപ്പൊ ഇതിൽ മാക്സിമം ഇതിൽ വരുന്ന പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 kg/cm² ടു 3.5 kg/cm² ആണ് എയർ സ്പ്രിംഗിൽ വരുന്ന പ്രഷർ. 6 kg അതിലുണ്ടെന്ന് വെച്ചാൽ മുഴുവനും എവിടെ വരില്ല, എയർ സ്പ്രിംഗിൽ വരില്ല, ആവശ്യമില്ല. അപ്പൊ അതിനെ നിയന്ത്രിക്കുന്നതാണ് എന്ത്, ലെവലിംഗ് വാൽവ്. അപ്പൊ ഈ ലെവലിംഗ് വാൽവ് നമ്മള് വേറൊരു ഉപയോഗമുണ്ട്. ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓവർലോഡ് കയറുകയാണ്, ഒരു 300 ആള് കയറുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യും, കോച്ച് കൊണ്ട് താഴും. ആ സമയത്ത് എന്ത് സംഭവിക്കും, ഇതുണ്ടോ, ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിന് ഇതൊന്ന് താഴ്ന്ന് ആംഗിൾ കുറയും. ആ സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ വാൽവ് ഓപ്പൺ ആവും, എയർ അകത്തേക്ക് പോകും. അകത്തേക്ക് പോകുമ്പോഴത്തേക്ക് വീണ്ടും വന്ന് ഏത് വരെ എത്തും, ഈ 90 ഡിഗ്രി വരെ എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, അത് ക്ലോസ് ആവും, അവിടെ നിൽക്കും. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഫർ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, അറിയാം. 2 കോച്ചുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്താ, CBC കപ്ലിംഗ് ഇല്ലേ. ആ കപ്ലിംഗ് കറക്റ്റ് കപ്പിൾ ആകണമെങ്കിൽ എന്തായിരിക്കണം, ഏകദേശം ഒരേ ലെവലിലായിരിക്കണം. അതിന് ടോളറൻസ് ഒക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും ബഫർ ഹൈറ്റ് നമ്മൾ പറയുന്നത് എത്രയാണ്, 1105 mm ആണ് ബഫർ ഹൈറ്റ് വേണ്ടുന്നത്. ലോഡഡ് ആണെങ്കിൽ, ലോഡഡ് കണ്ടീഷനിൽ 1030 വരെ വരാം. അതിൽ താഴെ പോകാൻ പാടില്ല. ആ ഒരു കണക്കിനാണ് ബഫർ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പൊ ബഫർ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലെവലിംഗ് വാൽവ് ഉപയോഗിക്കുന്നത്. ബഫർ ഹൈറ്റ് അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ നേരെ മാർഗങ്ങളുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഷിമ്മ്, ഇതിന്റെ ഒരു ഹൈറ്റ് പറയുന്നുണ്ട് കേട്ടോ. ഇത് മുതല് ഇതുവരെ എന്ന് വെച്ചാൽ ബെല്ലോ ഹൈറ്റ് എന്ന് പറയും. ഇവിടെ മുതല് ഇതുവരെ ഈ ബെല്ലോ ഹൈറ്റ് ആക്കാൻ നമ്മളൊരു നീളം, ഒരു ലെഗ് അല്പം നീളം കുറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് നീളം കൂടിയ ഒരു ഗേജ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് വരേണ്ടുന്നത് 294 -5 +0 mm ആണ് കേട്ടോ. എന്ന് വെച്ചാൽ 289 മുതൽ 294 വരെ ഹൈറ്റ് എന്തിനു വരാം, ഈ സെക്കൻഡറി സസ്പെൻഷൻ എയർ സ്പ്രിങ്ങിന് വരാം. അപ്പൊ അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതും കൂടാതെ എന്ത് ചെയ്യും, ബഫർ ഹൈറ്റ് റെഡിയാക്കാനായിട്ട് ഇവിടെ ഷിം ഇടും. ഷിമ്മിന് കണക്കുണ്ട്. ഷിം 11 ഷിം വരെ ഇതിലിടാം. ഇവിടെ ഇതിന്റെ പേരാണ് സ്വിംഗിങ് ലിങ്ക് ബോൾട്ട് എന്ന് പറയുന്നത്. സ്വിംഗിങ് ലിങ്ക് ബോൾട്ട് അല്ലെങ്കിൽ എന്തെന്നാ, ബോഗി ബോഡി കണക്ഷൻ ബോൾട്ട് എന്നൊക്കെ പറയും. ഇതിന്റെ മുകളിലായിട്ടാണ് ഈ സാധനം ഇടുന്നത്. അപ്പൊ ഒരെണ്ണത്തിന്റെ തിക്നെസ് 5 mm, അങ്ങനെ 11. അപ്പൊ എത്ര, 55 mm വരെ തിക്നെസ്സിൽ എന്തിടാം, ഷിമ്മിടാം. അതിലും എന്തായില്ല, ബഫർ ഹൈറ്റ് റെഡി ആയില്ല എങ്കിൽ എന്ത് ചെയ്യണം, പിന്നെ ചെയ്യേണ്ടുന്നത് CBCയുടെ കാരിയർ, CBC കാരിയറിന്റെ മുകളിൽ പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോ എന്താണ് വേണ്ടുന്നത്, ഫിബ. ഇപ്പൊ ഇത് മനസ്സിലായല്ലോ, എയർ സ്പ്രിംഗ്, ലെവലിംഗ് വാൽവ്, അതിന്റെ ധർമ്മം. ഇനി അകത്ത് നമ്മൾ കണ്ടു ഡ്യൂപ്ലക്സ് ചെക്ക് വാൽവ് അവിടെ ഉണ്ടല്ലോ. ഈ ഡ്യൂപ്ലക്സ് ചെക്ക് വാൽവ് എന്തിനാണ് വെച്ചിരിക്കുന്നത് വെച്ചാല്, ഇപ്പൊ 2 എന്തുണ്ട്, എയർ സ്പ്രിങ് ഒരേ ബോഗിയിലുണ്ട്. അപ്പൊ 2 എയർ സ്പ്രിങ്, ഇപ്പൊ ഒരെണ്ണത്തിൽ ചിലപ്പോ ഇവിടെ ഒരു ക്രാക്ക് വീണു എന്ന് വെച്ചോളൂ. അപ്പൊ എയർ എന്ത് ചെയ്യും, പുറത്തു പോകും. ആ സമയത്ത് എന്ത് ചെയ്യണം, മറ്റേതിലെ എയർ വിടണം. ഇല്ലെങ്കിൽ ഒരു ദിവസം ചരിയില്ലേ, ചരിയില്ല എങ്കിലും അതിന് വേറെ അറേഞ്ച്മെന്റ് ഉണ്ട്, ആന്റി റോൾ ബാർ ഉണ്ട്. എങ്കിൽ തന്നെയും ഹൈറ്റ് വളരെ കൂടുതലാണെങ്കിൽ ആന്റി റോൾ ബാറിൽ എന്ത് വരും, ലോഡ് കൂടും. അത് കാരണം എന്ത് ചെയ്യും, അത് ഒഴിഞ്ഞു പോകാൻ, അത് ഫെയിലിയറാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിലെ എയർ കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, അപ്പുറത്തെ ബെല്ലോയിലെയും എയർ കുറയണം, പ്രഷർ കുറയണം. അങ്ങനെ കുറച്ച് ആ ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഡ്യൂപ്ലക്സ് വാൽവ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുറഞ്ഞു വന്നിട്ട് എത്ര വരെ, ഒരു 3 നമ്മൾ പറഞ്ഞില്ലേ ആദ്യം, 3യിലാണ് ഇരിക്കുന്നത്. ഒരു 1.5 അല്ലെ
1 കുറഞ്ഞാൽ അപ്പുറത്ത് കുറയില്ല. അടുത്ത് 1.5 കുറഞ്ഞു എങ്കിലും അപ്പുറത്ത് കുറയില്ല. എന്നാ 1.4 വരെ ആയി കഴിഞ്ഞാൽ 1.6 കുറയുകയാണെങ്കിൽ എത്രയാവും? 1.4 ഇതിൽ ആയി കഴിയുമ്പോ അവിടെ സ്റ്റാർട്ട് ചെയ്യും കുറയാൻ. 0.1 അവിടെ കുറയും. എന്ന് വെച്ചാൽ 1.5 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയറിന്റെ പ്രഷർ പ്രഷർ ഡിഫറൻസ് എവിടെ കാണും? അവിടെ നിലനിർത്തും. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതില് ഫുൾ പോയി കഴിഞ്ഞാല് അവിടെ എത്രയാവും? 1.5 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ പ്രഷർ ഇതിൽ കാണും, അപ്പുറത്തെ വെല്ലുവിൽ കാണും. അതുപോലെ തന്നെ തിരിച്ചും അപ്പുറത്താണ് കുറയുന്നതെങ്കിൽ ഇതിൽ നിലനിർത്തും. അതാണ് എന്ത് ചെയ്യുന്നത്? ഡ്യൂപ്ലക്സ് ചെക്കുകൾ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫിബയെ കുറിച്ച് പറയാം. ഡ്യൂപ്ലക്സ് ചെക്ക് വാൽവിന്റെ 2 സൈഡിൽ നിന്നും ഓരോ പൈപ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അല്ലേ? അത് ഇതാണ്. അത് ഫിബയുമായിട്ട് കണക്ട് ചെയ്യുന്ന പൈപ്പുകളാണത്. ഒന്ന് ഇത് അപ്പുറത്തെ ബെല്ലോയുടെ സൈഡിൽ നിന്ന്, ഡ്യൂപ്ലക്സ് വാൽവിന്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബെല്ലോയുടെ പ്രഷറാണത്, എയറാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേതിൻ്റെത് ഇത് വന്നിട്ട് ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നു? ഫിബയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ വേറൊരെണ്ണമുണ്ട്, അതിലൊരു 2 ഐസൊലേറ്റിംഗ് ഹോക്ക് ഉണ്ട്. ഇത് രണ്ടും എന്താണ്? 3-way ഐസൊലേറ്റിംഗ് ഹോക്കാണ്. 3-way ഐസൊലേറ്റിംഗ് ഹോക്ക് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ക്ലോസ് ചെയ്യുമ്പോ ഒരു സൈഡിലുള്ള എയർ എന്ത് ചെയ്യും? പുറത്തു പോകും. 2-way ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കും. മനസ്സിലായോ? അപ്പൊ ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പോ ക്ലോസ് ചെയ്യുമ്പോ എങ്ങനെ എയർ പോയ സൗണ്ട് കേട്ടോ? എന്നാ നിങ്ങൾ അവിടെ ക്ലോസ് ചെയ്തപ്പോ കേട്ടായിരുന്നോ? കാര്യം എന്താ? ഇത് 3-way ആണ്, അത് 2-way ആണ്. 2-way എന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യുള്ളൂ? അടയ്ക്കുകയുള്ളൂ. പക്ഷെ 3-wayയിൽ എന്ത് ചെയ്യും? ഒരു സൈഡിലെ പ്രഷർ എയർ വെളിയിൽ പോകും. അപ്പൊ ഇത് രണ്ടും എന്താണ്? 3-way ഐസൊലേറ്റിംഗ് ഹോക്കാണ്. അതിൽ പ്രഷർ എയർ വെളിയിൽ പോകുന്നത് ഫിബ സൈഡിൽ നിന്നുള്ള എയർ തന്നെ ആയിരിക്കണം വെളിയിൽ പോകേണ്ടത്. മറിച്ച് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് പോവും, ലീക്ക് നിൽക്കില്ല. ഇങ്ങനെ ലീക്ക് വന്നുകൊണ്ടിരിക്കും. അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ഇതിലെന്തുണ്ട്? ഇത് ഫിബ പാനലിൽ നിന്നും BP ബ്രേക്ക് പൈപ്പ് ലൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്താണ് പൈപ്പാണ് ഇത്. അതിലും എന്തുണ്ട്? ഒരു ഐസൊലേറ്റിംഗ് ഹോക്ക് ഉണ്ട്. ഇതെന്താ? 2-way ഐസൊലേറ്റിംഗ് ഹോക്കാണ്. ഇതിന്ന് എയർ പുറത്തു പോകേണ്ട കാര്യമില്ല. അപ്പൊ ഇതെന്താണ് ഫിബ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫിബയുടെ ഫുൾ ഫോം എന്താണ്? ഫെയിലുവർ ഇൻഡിക്കേഷൻ കം ബ്രേക്ക് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ, ഫെയിലുവർ ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് എയർ സസ്പെൻഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഫെയിലുവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യണം. അതിനാണ് ഈ ഇൻഡിക്കേറ്റർ ഉള്ളത്. ഇതെന്ത് ചെയ്യും? ഇതിപ്പോ പച്ച നിറമല്ലേ? പച്ച നിറം എന്താവും? എന്തെങ്കിലും ലീക്കോ അല്ലെങ്കിൽ സ്പ്രിംഗ് ബ്രേക്കേജോ ഒക്കെ വരികയാണെങ്കിൽ അത് റെഡ് ആവും. റെഡ് ആകുന്നത് മാത്രമല്ല, ഈ ബിപിയിലെ പ്രഷറിനെ എന്ത് ചെയ്യും? ഈ ഫിബ ബെൻഡ് ചെയ്ത് കളയും. ആ സമയത്ത് എന്ത് സംഭവിക്കും? ബിപിയിലെ പ്രഷർ ഡ്രോപ്പ് ആവും, ബ്രേക്ക് പിടിക്കും. അപ്പൊ അതാണ് ബ്രേക്ക് ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ടേമിന്റെ അർത്ഥം അതാണ്, ബ്രേക്ക് ആപ്ലിക്കേഷൻ. ഒന്ന് എന്താണ്? ഫെയിലുവർ ഇൻഡിക്കേഷൻ. 2 ബ്രേക്ക് ആപ്ലിക്കേഷൻ. അപ്പൊ ഇത് ആക്ടിവേഷൻ നടക്കുമ്പോ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, ഫിബ ആക്ടിവേഷൻ നടക്കുമ്പോ ഒന്ന് ഇൻഡിക്കേറ്റർ ലൈൻ കണ്ടോ? ഇൻഡിക്കേറ്റർ ലൈനിനെ എന്ത് ചെയ്യും? എയറുമായിട്ട് കണക്ട് ചെയ്യും. 2 ബിപിയിലുള്ള പ്രഷർ വെളിയിൽ കളയും. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ഹിസ്സിംഗ് സൗണ്ട് ഉണ്ടാവും അല്ലേ? എയർ വെളിയിൽ പോകുന്ന ഒരു സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എന്തോ ഒരു ലീക്കേജ് ഉണ്ടെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഇതിൽ വർക്ക് ചെയ്യുന്ന പോകുന്ന ഗാർഡോ അല്ലെങ്കിൽ LPO ALPO ആയിരുന്നാൽ തന്നെയും എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ ഫിബയിൽ എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇതിന് പറ്റും. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ കണ്ടു കഴിഞ്ഞാൽ എന്തറിയാം? ഏത് ഫിബയാണ് ആക്ടിവേറ്റ് ആയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകാൻ പറ്റും. അപ്പൊ ഇത് ഇത്രയാണ് സംഭവിക്കുന്നത്. ഒന്ന് ബ്രേക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാവും, ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും, ഒരു ഹിസ്സിംഗ് സൗണ്ട് ഉണ്ടാവും. ഇത് മൂന്നും ഉണ്ടാവും. ഇനി ഏതൊക്കെ സാഹചര്യത്തിലാണ് ഫിബ എന്ത് ചെയ്യുന്നത്? ആക്ടിവേറ്റ് ആകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെ സാഹചര്യത്തിലായിരിക്കും? ലീക്കേജ് തന്നെയാണ് പ്രധാനം.
എയർ ബെല്ലോയിലോ അല്ലെങ്കിൽ ഫ്ലെക്സ് ഗ്ലോവ്സ് ഉണ്ട്, നമ്മൾ കണ്ടില്ലേ 3-4 ഫ്ലെക്സ് ഗ്ലോവ്സ് ഉണ്ട്. ഫ്ലെക്സ് ഗ്ലോവ്സിൽ വരാം. പിന്നെ ഏതിൽ വരാം? ലെവലിംഗ് വാൽവിന്റെ ഇതൊക്കെ ഇളകി പോയി കഴിഞ്ഞാൽ ആ ലിവർ താഴോട്ട് വന്ന് കിടന്ന് അതിൽ നിന്ന് വരാം. എയർ സ്പ്രിംഗ് ബ്രേക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ വരാം. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്ത് സംഭവിക്കും? ഫിബ ആക്ടിവേറ്റഡ് ആവും. അപ്പോ ഫിബ ആക്ടിവേറ്റഡ് ആകാൻ റൂൾ ഉണ്ട്. ഏതെങ്കിലും ഒരു എയർ സ്പ്രിംഗിലെ പ്രഷർ 1 kg/cm² താഴെ അതോ അതിൽ താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ? ഫിബ ആക്ടിവേറ്റഡ് ആവുകയുള്ളൂ. ഏതെങ്കിലും ഒരു എയർ സ്പ്രിംഗിലെ പ്രഷർ 1 kg/cm² അതിന് താഴെ ആയി കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവൂ? ഫിബ ആക്ടിവേറ്റഡ് ആവുകയുള്ളൂ. അപ്പോ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോ ലീക്കേജും പലതരം ഉണ്ട് അല്ലേ? എയർ സ്പ്രിംഗ് പൊട്ടി, ഒരു എയർ സ്പ്രിംഗ് പൊട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിലുള്ള എയർ ഫുൾ പോകും. ചെറിയൊരു പങ്ക്ചർ മാത്രമേ ഉള്ളൂവെങ്കിൽ എന്ത് സംഭവിക്കും? എയർ നിൽക്കും, അതിൽ കോച്ചിനെ താങ്ങിയൊക്കെ നിർത്തും. ചെറിയ രീതിക്ക് എന്ത് വരും? എയർ വെളിയിൽ പോവും. അതുകൊണ്ട് വേറെ ഫംഗ്ഷനൊന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ള സംഗതി ഉണ്ടാകാം. അതുപോലെ തന്നെ എയർ മുഴുവൻ പോയാൽ എന്ത് സംഭവിക്കും? കോച്ചിരിക്കും അല്ലേ, താഴോട്ട് വന്നിരിക്കും. അങ്ങനെയുള്ള കേസ് വരും. അപ്പോൾ എന്ന് വെച്ചാൽ എയർ ബെല്ലോയില് ഏതെങ്കിലും ഒരു ബെല്ലോയില് ചിലപ്പോൾ എയർ കാണില്ല. മറ്റു ബെല്ലോ പറഞ്ഞില്ല, ഒരെണ്ണത്തിൽ എയർ ഇല്ലെങ്കിൽ മറ്റേത് എന്ത് ചെയ്യും? താഴും. ഡ്യൂപ്ലക്സ് ചെക്കുവാലോ അതിനെ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 1.5 kg/cm² നിലനിർത്തുമെന്ന് മാത്രം. എങ്കിലും മറ്റേതും എന്ത് ചെയ്യും? താഴും. അപ്പോ ഓരോ അവസരത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ഇത് റീസെറ്റ് ചെയ്യാനുള്ള രീതി പഠിച്ചിരിക്കണം. ഇത് ഏതിന്റെയാണ്? നോറിന്റെ ഫിബ ഡിവൈസ് ആണ്. നോറിൽ എന്ത് ചെയ്യാ? നോറില് ഫിബ റീസെറ്റ് ചെയ്യാനായിട്ട് ഈ നോബ് ആണ് ഉപയോഗിക്കുന്നത്. ഈ നോബ് വെർട്ടിക്കൽ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർക്കിംഗ് പൊസിഷൻ ആണ്. ഹൊറിസോണ്ടൽ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതാണ് ഐസൊലേറ്റഡ് പൊസിഷൻ. അപ്പോ ഒരു ചെറിയ ലീക്കേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം വെർട്ടിക്കൽ പൊസിഷനിൽ ഇരിക്കുന്നു, ഫിബ ആക്ടിവേറ്റഡ് ആയി. ആ സമയത്ത് ഈ 2 ഐസൊലേഷനും എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിനു ശേഷം ഒറ്റ പ്രൊസീജിയർ പഠിച്ചിരുന്നാൽ മതി. കാര്യം പലതിനും പല രീതിക്ക് ചെയ്യാം. എങ്കിൽ തന്നെ ഇത് സഫിഷ്യന്റ് ആണ്. അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞത്. ഫിബയിൽ നിന്നും ബിപിയിലേക്കുള്ള ലൈനിലെ ഐസൊലേറ്റിംഗ് കോക്ക് അതും എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു, ഐസൊലേറ്റ് ചെയ്ത്. ഇനി തിരിച്ചു വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഐസൊലേറ്റഡ് ആയിട്ട് ഇരുന്നാലും വിഷയമില്ല. മനസ്സിലായില്ലേ? ഇത് അടുത്ത എന്ത് ചെയ്യണം? TXR പോയിന്റിൽ അറിയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് മെക്കാനിക്കൽ സ്റ്റാഫ് ആകുമ്പോൾ ഇവിടെ വെച്ച് ചെയ്ത് വിടാം. എൻ റൂട്ടിലുള്ള അറ്റൻഷനാണ് ഈ പറയുന്നത്. ഇവിടെ വെച്ചുള്ളതല്ല, പിറ്റിൽ വെച്ചുള്ളതല്ല. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്തായി? പിന്നെ വണ്ടി ഓടിച്ചു പോവാം. പിന്നീട് ഇത് വീണ്ടും ആക്ടിവേറ്റഡ് ആകില്ല. ഇത് വീണ്ടും ആക്ടിവേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ അതെന്തിന്റെ കേസാണെന്ന് പറഞ്ഞാൽ ഒരു മൈന്യൂട്ട് ലീക്കേജ്, ഏതൊരു സ്ഥലത്തായിരുന്നാലും ഒരു മൈന്യൂട്ട് ലീക്കേജ്, എയർ ബെല്ലോയിലെ പ്രഷർ അമിതമായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല, എന്നാൽ ചെറിയ ലീക്കേജ് ഉണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഫിബ ആക്ടിവേറ്റഡ് ആകുന്നു. അത് വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒന്ന് ഏത് ചെയ്തു? ഇത് ഈ സൈഡിലെ എയർ സ്പ്രിംഗിൽ നിന്നുള്ള ഐസൊലേറ്റിംഗ് കോക്ക് അടുത്ത പൈപ്പില് അപ്പുറത്തെ എയർ സ്പ്രിംഗിൽ നിന്ന് വരുന്ന ഐസൊലേറ്റിംഗ് കോക്ക്, അത് രണ്ടും എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. പിന്നെ ഏതാ? ബിപിയിലേക്കുള്ള, ഫിബയിൽ നിന്നും ബിപിയിലേക്കുള്ള ലൈനിലെ ഐസൊലേറ്റിംഗ് കോക്ക് അതും എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഇതിനെ ഹൊറിസോണ്ടൽ ആക്കാൻ കാര്യം ഇത് റെഡ് ആയിരിക്കും, ഗ്രീൻ ആവണ്ടേ? അതിനുവേണ്ടിയാണ് ഹൊറിസോണ്ടൽ ആക്കുന്നത്. അപ്പോൾ ഇതും ഫിബയെ റീസെറ്റ് ചെയ്ത് വിടുക. ഇനി വേറൊരു സംഗതി ഉണ്ടാവാം. ഇത് നമ്മൾ തിരികെ പഴയതുപോലെ ഇനി നമ്മുടെ എയർ ബെല്ലോ തന്നെ എന്തായി? ക്രാക്കായി, ഭയങ്കരമായിട്ട് എയർ ലീക്കേജ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് നിർത്താൻ പറ്റില്ല അത്. അങ്ങനെയുള്ള സമയത്ത്
നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് ഇത് ക്ലോസ് ചെയ്യാം, 2 ഇത് ചെയ്യാം, 3 ഇതും ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇതിനെ റീസെറ്റ് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇത് തിരിച്ചു വെക്കുകയും ചെയ്യാം. പ്രശ്നമില്ല. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ വയ്ക്കാം. ഇത് ഇത്രയും പോരാ, എങ്കിലും എന്ത് ചെയ്യും, എയർ പുറത്തേക്ക് പോകും. കാര്യം എന്താണ്, BP എന്നുള്ള എയർ, FP എന്നുള്ള എയർ വന്നോണ്ടിരിക്കുകയല്ലേ, നമ്മള് റിസർവോയറിൽ നിന്ന് എയർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം, ഇത് ഈ റിസർവോയറിൽ നിന്ന് വരുന്ന ലൈനിലെ ഐസൊലേറ്റിംഗ് ഒക്കെ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഇത്രയാവുമ്പോ ഇനി വേറൊരു സംഗതിയുണ്ട്. ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ എയർ സ്പ്രിങ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിഫ്ലേറ്റഡ് ആയി താഴെ വന്നിരിക്കുകയാണ്. അത് കാരണം ഈ കോച്ചിന് 100 കിലോമീറ്റർ പെർ അവറിലോ ഒന്നും ഓടാൻ പിന്നെ പറ്റില്ല. 60 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേറൊരു കാര്യം സൂക്ഷിക്കണം. നമ്മള് ഇത് ഐസൊലേറ്റ് ചെയ്യുന്ന കേസാണ് പറയുന്നത്. അത് ഐസൊലേറ്റ് ചെയ്യുന്നെങ്കിൽ വ്യക്തമായ കാരണം ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഇത് അതിന് അത്രയ്ക്ക് ലീക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഐസൊലേറ്റ് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. എന്തെങ്കിലും രീതിയിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ, പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്, പെട്ടെന്ന് 10 മിനിറ്റിനകത്തോ അല്ലെങ്കിൽ 15 മിനിറ്റിനകത്തോ ഒക്കെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം, അത് അറ്റൻഡ് ചെയ്ത് തന്നെ വിടണം. അല്ല എങ്കിൽ എന്ത് സംഭവിക്കും, 100-110 പോകേണ്ടുന്ന ട്രെയിൻ 60 പോവും. എല്ലാ വണ്ടികൾക്കും പിന്നിലാവും, വളരെയധികം ലേറ്റായി ഡെസ്റ്റിനേഷനിൽ എത്തും. അപ്പൊ ഇത് ചെയ്യുമ്പോ വളരെ എന്തുണ്ടാവണം, ഉറപ്പുണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പൊ ഇത് 2 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാ മതി. ഇത് 2 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാല് ഫിബ എന്ത് ചെയ്യാൻ പറ്റും. നമ്മള് നോക്കുന്ന എത്ര മാത്രമേ ഉള്ളൂ, അതിൽ എയർ ബെല്ലോയിൽ ലീക്ക് ഉണ്ടോ, അല്ല എയർ ഉണ്ടോ, 2ലും, 1 മാത്രം പോരാ, 2ലും എയർ പ്രഷർ ഉണ്ടോ എങ്കിൽ എന്ത് ചെയ്യുക, ഇത് 3 മാത്രം, ഈ 3 ഐസൊലേറ്റിംഗ് കോക്ക് മാത്രം ക്ലോസ് ചെയ്ത് ഇതിനെ റീസെറ്റ് ചെയ്തിടുക. അതിൽ എയർ നിൽക്കുന്നില്ല, ഭയങ്കരമായ ലീക്കാണ്. അങ്ങനെ വരുന്ന അവസരത്തില് ഏതും കൂടെ 150 ലിറ്റർ റിസർവോയറിൽ നിന്ന് വരുന്ന ലൈനിലെ ഐസൊലേറ്റിംഗ് കോക്ക് കൂടെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്ത് വിടുക. ഇത്രയാണ് അതിൽ ചെയ്യുന്നത്. ഇനി ഇതുപോലെ എത്രയുണ്ട്, 2 ഫിബ ഡിവൈസ് കൂടെ ഉണ്ട്, 2 കമ്പനിയുടെ. ഇത് ഏതാണ്, നോറ്. ഇനി അടുത്ത് ഉള്ളത് ഏതാ, ഫെവിലി, എസ്കോർട്ട്. അതിനെ റീസെറ്റ് ചെയ്യുന്ന രീതി വേറെയാണ്, അത് നമുക്ക് പിന്നീട് പറയാം. ഇനി വേറെ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, കല്ലടിച്ചോ, ചിലപ്പോ നട്ട് ലൂസായിരുന്നിട്ട് ചിലപ്പോ എന്ത് ചെയ്യും, ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലെയും ബോൾട്ടിൽ നിന്ന് ഇളകി വരും. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ മുകളിലത്തെ ലിവറിഞ്ഞ് താഴേക്ക് വരും. താഴേക്ക് പോയി കഴിഞ്ഞാല് ലെവലിംഗ് മാലിന്റെ ഈ വശത്തു കൂടെ ഇങ്ങനെ എയർ പോയിക്കൊണ്ടേയിരിക്കും. അത് വേറൊരു പോസിബിലിറ്റിയാണ്. അപ്പോഴും ഫിബ എന്ത് ചെയ്യും, ആക്ടിവേറ്റഡ് ആവും. ആ സമയത്ത് എന്ത് ചെയ്യണം, ഈ ലെവലിംഗ് വാൽവിന്റെ മുകളിലത്തെ ലിവറിനെ പിടിച്ച് ഈ ഹൊറിസോണ്ടൽ പൊസിഷനിൽ എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും കൊണ്ട് കെട്ടിയിടുക. കെട്ടിയിട്ടാൽ മതി, വേറെ ഒന്നുമില്ല. ഫിബ വേണമെങ്കിൽ അതും കൂടെ ഐസൊലേറ്റ് ചെയ്ത് ഇട്ടേക്കുക, വണ്ടി ഓടിക്കോളും. പിന്നെ അകത്തുള്ള ഫ്ലെക്സിബിൾ ഹോസുകൾ പോയി കഴിഞ്ഞാല് ചില മാർഗങ്ങളുണ്ട് അത് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഒരു ഫ്ലെക്സിബിൾ ഹോസ് പോയി അല്ലെങ്കിൽ ഫെറൂൾ പോയി, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡമ്മി പ്ലഗ് ഇപ്പൊ സ്റ്റോറിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു, ഇല്ലേ? അത് അടയ്ക്കാനായിട്ട്. അത് ഏതിലേക്കുള്ള, നമ്മുടെ ഈ ഫിബയിലേക്കുള്ള ലൈനുകളാണ് പോകുന്നതെങ്കിൽ മാത്രം. മറ്റ് ഫ്ലെക്സിബിൾ ഹോസ് പോയി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഫിബയിലേക്കുള്ള ലൈനില് ഫ്ലെക്സിബിൾ ഹോസോ ഞാനൊക്കെ മുറിഞ്ഞു പോയി, അത് വേറെ സാധനം ഇല്ല എങ്കിൽ ഡമ്മി പ്ലഗ് ഇട്ട് അതങ്ങ് ക്ലോസ് ചെയ്ത് വിട്ടാലും എന്ത് ചെയ്യും, വണ്ടി ഓടിപ്പോകും. അത് വർക്ക് ചെയ്തില്ല എന്നുള്ള ഇതേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, എങ്കിൽ നമുക്ക് നിർത്താം. ഇത് ഐസൊലേറ്റ് ചെയ്തിട്ട് ആ ബില്ല് ഇട്ട് ഒട്ടിക്കണം. അത് ഇട്ട് ഒട്ടിക്കാൻ പറ്റില്ലല്ലോ.
ഏതാ ഇപ്പുറത്ത് ഇരിക്കൂലേ ഐസൊലേറ്റ് ചെയ്യുന്ന വെച്ചാ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടേ അപ്പൊ പിന്നെ ഇതിലോട്ട് വർക്ക് ആവത്തില്ലല്ലോ സൂര്യ. അപ്പൊ പിന്നെ അത് വർക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അത് വർക്ക് ചെയ്യും. അത് വർക്കിങ്ങിൽ തന്നെ ആയിരിക്കും. ആ ഒന്നും മാറ്റേണ്ട കാര്യമില്ല. ഇത് ഒരെണ്ണം മാത്രം. എങ്കിൽ ശരി, നമുക്ക് നിർത്താം. ഇന്നത്തെ ക്ലാസ് തീർന്നു.